പ്രീതികര സുഹൃത്തുക്കളെ, നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ 4ാമത്തെ ക്ലാസ്സിലൂടെ പ്രധാനമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വ്യാവസായിക രംഗവുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഓക്കെ അല്ലേ? നമുക്ക് ആരംഭിച്ചാലോ? യെസ്. കേരളത്തില് ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകുന്ന 2 സ്ഥാപനങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്. കേരളത്തില് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കൂടാതെ കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും. അപ്പൊ കേരളത്തില് ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകുന്ന എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും 2 കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും. മൈനിങ് മേഖലയില് കാര്യക്ഷമതയും സുതാര്യതയും കൊണ്ടുവരുന്നതിനുള്ള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഇ ഗവേണൻസ് സംരംഭമാണ് കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, എന്താണ് കോമ്പസ്? മൈനിങ് മേഖലയില് കാര്യക്ഷമതയും സുതാര്യതയും കൊണ്ടുവരുന്നതിനുള്ള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഇ ഗവേണൻസ് സംരംഭം കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മറക്കരുത്, ഇ ഗവേണൻസിന്റെ ടോപ്പിക്കിനകത്തും ഈ ചോദ്യം വന്നേക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള കോമ്പസ്. ഇനി സംസ്ഥാനത്തെ ഖനികളും ധാതുക്കളും സംബന്ധിച്ച് ചെലവ് കുറഞ്ഞതും നിലവാരമുള്ളതുമായ ഇലക്ട്രോണിക് സേവന വിതരണം, അതായത് ഗൂഗിൾ മാപ്പ് അധിഷ്ഠിതമായ സേവനം പൊതുജനങ്ങൾക്കും മറ്റും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഈ കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുക. അതായത് സംസ്ഥാനത്തെ ഓരോ ഖനികളും, ആ ഖനികളിൽ എന്തൊക്കെ ധാതുക്കളാണ് വരിക, അതിന്റെ വില നിലവാരം എന്താണ് തുടങ്ങിയവ ഇലക്ട്രോണിക് സേവന വിതരണത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് മറ്റു പങ്കാളികൾക്ക് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുക. അതിന്റെ കൃത്യമായ വില നിർണ്ണയം, കൃത്യമായിട്ടുള്ള റേറ്റ്, അതനുസരിച്ച് വിൽപ്പന നികുതി എത്രയാണ്, വിൽപ്പന എത്ര തുകയ്ക്കാണ്, ആർക്കാണ് വിതരണം ചെയ്തത്, ആരാണ് ലേലത്തിൽ പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പൊ കേരളത്തില് ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകുന്നത് 2 സ്ഥാപനങ്ങളാണ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും കൂടാതെ കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും. മൈനിങ് മേഖലയിൽ കാര്യക്ഷമതയും സുതാര്യതയും കൊണ്ടുവരുന്നതിനുള്ള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഇ ഗവേണൻസ് സംരംഭമാണ് കോമ്പസ് എന്നറിയപ്പെടുക. എന്താണ് കോമ്പസ് എന്ന് ജസ്റ്റ് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സംസ്ഥാനത്തെ ഖനികളും ധാതുക്കളും സംബന്ധിച്ച് ചിലവ് കുറഞ്ഞതും കൂടാതെ എന്താണ് നിലവാരമുള്ളതുമായ ഇലക്ട്രോണിക് സേവന വിതരണം പൊതുജനങ്ങൾക്കും മറ്റു പങ്കാളികൾക്കും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുക. ഇനി നമ്മൾ പറയുന്നു കേരളത്തിലെ ടൂറിസത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വസ്തുതകൾ. ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ടൂറിസത്തെ കേരള സംസ്ഥാനം വ്യവസായമായി അംഗീകരിച്ചത് ഏത് വർഷമായിരുന്നു? 1986 ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുതേ. ടൂറിസത്തെ ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചുള്ളത് കേരളമാണ്. എന്നാണ് ടൂറിസത്തെ വ്യവസായം അംഗീകരിക്കുക? 1986. ക്ലിയർ ആണേ? ഇനി പറയുന്നു വിനോദസഞ്ചാര മേഖല വ്യവസായങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഈ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966 നവംബർ 1. ഡേറ്റ് മാറിപ്പോകുന്നത്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KTDC. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പലപ്പോഴും ചുരുക്കപ്പേരിൽ KTDC എന്നാണ് അറിയപ്പെടുക. KTDC രൂപീകരിച്ചത് എന്നായിരുന്നു? 1966 നവംബർ 1. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. KTDCയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GV രാജ. അതുകൊണ്ട് കേരള ടൂറിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? GV രാജ തന്നെയാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെ? GV രാജ തന്നെ. അത് മനസ്സിലുണ്ടാവട്ടെ. ടൂറിസം മേഖലയിലെ വിവിധ കോഴ്സുകളിൽ പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശീലനം നൽകുന്നു അല്ലെ? ആ വാക്ക് അതപ്പോ പേരിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തൈക്കാടാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട്. ടൂറിസവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ മേളയാണ് കേരള ട്രാവൽ മാർട്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മേളയായിരുന്നു കേരള ട്രാവൽ മാർട്ട്. കേരള ട്രാവൽ മാർട്ട് ആരംഭിച്ചത് 2000 മുതലായിരുന്നു. 2 വർഷത്തിലൊരിക്കലാണ് കേരള ട്രാവൽ മാർട്ട് എന്ന പരിപാടി നടത്തപ്പെടുന്നത്.
ഓക്കെ, അപ്പൊ കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം ഈ സ്ലൈഡിലൂടെ പഠിച്ചുറപ്പിച്ചത്. റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാ? ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഏത് വർഷമാണ്? 1986. വിനോദസഞ്ചാര വ്യവസായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് KTDC അഥവാ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. KTDC സ്ഥാപിതമായത് 1966 നവംബർ മാസം 1-ാം തീയതി. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്ത്. ടൂറിസം മേഖലയിലെ വിവിധ കോഴ്സുകളിൽ പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് എന്ന പേരിൽ അറിയപ്പെടുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട്. ടൂറിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മേള ഏതാണ്? കേരള ട്രാവൽ മാർട്ടാണ്. കേരള ട്രാവൽ മാർട്ട് ആരംഭിച്ച 2000 മുതലാണ്. എത്ര വർഷത്തിലേക്ക് നടത്തപ്പെടുക? 2 വർഷത്തിലേക്ക് നടത്തപ്പെടും. ഇനി കേരളത്തിലെ വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അറിയപ്പെടുന്നത് ടെക്നോ പാർക്ക് എന്നും. 1990-കളിലാണ് നിലവിൽ വന്നതെങ്കിലും ഇത് പിന്നീട് 1995-ലാണ് ദേശീയ താല്പര്യമുള്ള സേവന മേഖലയിലെ സ്ഥാപനമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് തിരുവനന്തപുരം. നിലവിൽ വന്നത് 1990. 1955 ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനം. കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനം അഥവാ ട്രസ്റ്റ് ആണ് ടെക്നോ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ ടെക്നോ പാർക്ക് ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏത് നിയമം അനുസരിച്ചാണ്? 1955 ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട്. ഓക്കെ, കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഈ ടെക്നോ പാർക്ക് ഓരോ കാലഘട്ടം അനുസരിച്ച് അവിടെ വികസന ഘട്ടങ്ങൾ ആരംഭിച്ചു. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും തേർഡ് ഫേസും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിന് സമീപത്താണ്. അടുത്തടുത്ത് തന്നെയാണ് ഈ 3 ഫേസ്. എന്നാൽ 4-ാം ഘട്ട വികസന പദ്ധതി ടെക്നോ സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുക. ഈ ടെക്നോ സിറ്റി സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്തല്ല, കുറച്ച് മാറിയിട്ടാണ്, പള്ളിപ്പുറം എന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പൊ 4-ാം ഘട്ട വികസന പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടെക്നോ സിറ്റി എന്നാണ്. ഈ ടെക്നോ സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത് പറയുക. ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ എന്നിവയ്ക്കായി നിലവിൽ വരുന്ന ഇന്ത്യയിലെ ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ആണ് നമ്മുടെ ടെക്നോ പാർക്കിന്റെ 4-ാം ഘട്ട വികസന പദ്ധതിയായ ടെക്നോ സിറ്റി. കേരളത്തിലെ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുവാൻ ലക്ഷ്യമിടുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് KFON അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. KFON, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, KFON. ഇന്റർനെറ്റ് ആക്സസ് മൗലികാവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഭരണഘടനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഇല്ല. കേരള നിയമസഭ പ്രഖ്യാപിച്ചു, അത്രമാത്രം. ഭരണഘടനയുമായി ബന്ധമില്ല കേട്ടോ. ഭരണഘടനയിലെ മൗലികാവകാശമായിട്ട് ബന്ധമില്ല. കേരള സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയെന്ന് മാത്രം. അപ്പോൾ ഇന്റർനെറ്റ് ആക്സസ് മൗലികാവകാശമാക്കിയ ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളവുമാണ്. അപ്പോ വിവര സാങ്കേതിക മേഖലയിലെ കേരളത്തിന്റെ വസ്തുതകളാണ് നമ്മൾ പരിശോധിച്ചത്. വിവര സാങ്കേതിക മേഖലയിൽ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം എന്ന സ്ഥലത്താണ്. നിലവിൽ വന്നത് 1990. 1955 ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ടെക്നോ പാർക്ക്. ടെക്നോ പാർക്കിന്റെ 4-ാം ഘട്ട വികസന പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത് 4-ാം ഘട്ട വികസന പദ്ധതി അറിയപ്പെടുന്നത് ടെക്നോ സിറ്റി എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നമ്മൾ പറയാറുണ്ട്, ടെക്നോ സിറ്റി എവിടെ തന്നെ? തിരുവനന്തപുരത്ത്. ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ എന്നിവയ്ക്കായി നിലവിൽ വരുന്ന ഇന്ത്യയിലെ ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ആണ് ടെക്നോ സിറ്റി എന്ന് പറയുക. കേരളത്തിലെ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ KFON. ഇന്റർനെറ്റ് ആക്സസ് മൗലികാവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളവുമാണ്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര മേഖലകളിലേക്ക് നമുക്ക് പോകാം. കുറച്ച് സ്കീംസ് ആണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത്. യുവ ശാസ്ത്ര പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടിയാണ് സ്പൈറ്റിസ് എന്ന പേരിൽ അറിയപ്പെടുക. സ്പൈറ്റിസ് 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പ്രോജക്ടുകൾ തയ്യാറാക്കുന്നതിന് പുരസ്കാരങ്ങൾ നൽകുന്ന പദ്ധതിയാണ് സ്പൈറ്റിസ് 1 എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോ യുവ ശാസ്ത്ര പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി പൊതുവായി എന്ത് പേരിൽ അറിയപ്പെടും? സ്പൈറ്റിസ്.
സ്കൂൾ തലവുമായി ബന്ധപ്പെട്ട പദ്ധതി, പ്രത്യേക പുരസ്കാരം നൽകുന്ന പദ്ധതി സ്പൈറ്റിസ് 1-ഉം കലാലയ മേഖലയിൽ സ്പൈറ്റിസ് 2-ഉമാണ്. പൊതുവായി സ്പൈറ്റിസ് എന്ന് പറയും. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സ്പൈറ്റിസ് 1-ഉം കലാലയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പൈറ്റിസ് 2-ഉമാണ്. അതാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നൂതനാശയങ്ങൾക്കുള്ള പോളിടെക്നിക് കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന പദ്ധതിയാണ് സ്പൈറ്റിസ് 2 എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും കുട്ടികൾക്കായി സയൻസ് ഓറിയന്റേഷൻ ക്ലാസുകൾ നടത്തുന്ന പദ്ധതിയാണ് ശാസ്ത്ര സമീക്ഷ എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ചേർന്നിട്ട് അതായത് കുട്ടികൾ പലപ്പോഴും പ്രാക്ടിക്കൽ, സ്കൂൾ കുട്ടികളെ പ്രാക്ടിക്കലിലേക്ക് പലപ്പോഴും കിടക്കാറില്ല. അവർക്ക് പരീക്ഷയ്ക്ക് പ്രാക്ടിക്കലിന്റെ ആവശ്യമില്ല. പക്ഷേ അവർ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകള് പ്രാക്ടീസ് സെഷനിലൂടെ അവർക്ക് മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് സയൻസ് ഓറിയന്റേഷൻ ക്ലാസുകൾ വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് പൊതുവായി അറിയപ്പെടുന്നതാണ് ശാസ്ത്ര സമീക്ഷ എന്ന്. ഓർമ്മിച്ചേക്കാമോ? അപ്പൊ കേരളത്തിലെ ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ചേർന്ന എല്ലാ വർഷവും കുട്ടികൾക്കായി സയൻസ് ഓറിയന്റേഷൻ ക്ലാസുകൾ നൽകുന്ന പദ്ധതിയാണ് ശാസ്ത്ര സമീക്ഷ. ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്താലോ? യുവശാസ്ത്ര പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്പൈറ്റിസ് എന്ന പേരിൽ അറിയപ്പെടുക. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് പുരസ്കാരങ്ങൾ നൽകുന്ന പദ്ധതി സ്പൈറ്റിസ് 1. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നൂതനാശയങ്ങൾക്കുള്ള പോളിടെക്നിക് കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി സ്പൈറ്റിസ് 2 എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരള ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും കുട്ടികൾക്കായി സയൻസ് ഓറിയന്റേഷൻ ക്ലാസുകൾ നൽകുന്ന പദ്ധതിയാണ് ശാസ്ത്ര സമീക്ഷ എന്നറിയപ്പെടുക. ഇനി സാക്ഷരതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത്. സാക്ഷരത പലപ്പോഴും നിങ്ങൾക്ക് അറിയാം അല്ലെ? സാക്ഷരത അറിയാവുന്ന മേഖലയാണ്. എങ്കിലും നമ്മൾ ആധികാരികമായി ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, തുടങ്ങിയാലോ? തുടങ്ങാം. സാക്ഷരത. ലോക സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 8-ാം തീയതി. ഇത് തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് PSC ചിലപ്പോ അതിനെ നവംബർ 14 എന്ന് തരാം. അത് ശിശുദിനമാണ്. നവംബർ 20 എന്ന് തരാം. സെപ്റ്റംബർ 11 തരാം. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ലോക സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. ഇന്ത്യയിൽ അധ്യാപക ദിനമായി കണക്കാക്കുന്നത് എന്നാണ് സെപ്റ്റംബർ 5-ാം തീയതിയാണ് അല്ലെ? എന്നാൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായി കണക്കാക്കുന്നത് നവംബർ 11-ാം തീയതിയാണ്. നവംബർ 11-ാം തീയതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം. ഇന്ത്യയിൽ അധ്യാപക ദിനമായി സെപ്റ്റംബർ 5 കണക്കാക്കുന്നു. അത് ആരുടെ ജന്മദിനമാണ്? ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം. ഇവിടെ ലോക സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് എന്ന കാര്യം മറക്കാതിരിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, ഫലപ്രദമായ ആശയവിനിമയം നടത്തുവാനും ചുറ്റുപാടുകളെ കുറിച്ച് ഒരു അവബോധമുണ്ടാക്കുന്ന വിധത്തിൽ വായിക്കുവാനും എഴുതുവാനും കൂടാതെ സംസാരിക്കുവാനും കേൾക്കുവാനും നമ്മെ അനുവദിക്കുന്ന ശേഷി എന്താണോ ആ പ്രത്യേക ശേഷിയെ വിളിക്കുന്ന പേരാണ് സാക്ഷരത. സാക്ഷരത എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം നേടി എന്നർത്ഥമില്ല. പിന്നെ എന്താ? ഏതെങ്കിലും ഒരു ഭാഷ എഴുതുവാനും വായിക്കാനും അറിയാമെങ്കിൽ, അവൻ സാക്ഷരത കൈവരിച്ച വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഫലപ്രദമായ ആശയവിനിമയം നടത്തുവാനും ചുറ്റുപാടുകളെ കുറിച്ച് ഒരു അവബോധമുണ്ടാക്കുന്ന വിധത്തിൽ വായിക്കുവാനും എഴുതുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും നമ്മെ അനുവദിക്കുന്ന പ്രത്യേക ശേഷിയാണ് നമ്മൾ എന്ന് വിളിക്കുക സാക്ഷരത എന്ന് വിളിക്കുക. കേരള സാക്ഷരതയുടെ പിതാവായി കണക്കാക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചവറ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. കാരണം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ബ്രിട്ടീഷുകാരാണ് തുടക്കം കുറിച്ചതെങ്കിലും 1835 ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കും. മെക്കാള വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വില്യം ബെന്റിക് കൊടുക്കും. എന്നാൽ അതിനു മുൻപ് തന്നെ കേരളത്തിൽ ഇനി അങ്ങോട്ടുള്ള അടുത്ത തലമുറകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട കാര്യശേഷി അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കൂ എന്ന ചിന്താശേഷിയോടുകൂടി കേരളത്തിലെ എല്ലാ പള്ളിയോടൊപ്പവും പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് ചവറ കുര്യാക്കോസ് ഏലിയാസ് ആണ്.
അടുത്ത തലമുറ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ജോലി കിട്ടൂ എന്ന് മുൻകൂട്ടി ചിന്തിച്ച വ്യക്തിയായിരുന്നു സവറാ കുര്യാക്കോസ് ഇലിയാസ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് വിളിക്കുക? കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കുക. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് സവറാ കുര്യാക്കോസ് ഇലിയാസ് ആണ്. എന്നാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് പള്ളിക്കൂടം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് സവറാ കുര്യാക്കോസ് ഇലിയാസ് ആണ്. നല്ല തെറ്റാണ്. പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, പ്രാഥമിക വിദ്യാലയം എന്നാണ്. ഇന്ത്യയിലെ പള്ളിക്കൂടം ആദ്യമായി ആരംഭിക്കുന്നത് അഥവാ ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസം ആദ്യമായി ആരംഭിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ബുദ്ധമത വിശ്വാസികളാണ്. BC 3-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമത വിശ്വാസികള് കേരളത്തിൽ സ്ഥാപിച്ച അവരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടത് പള്ളി എന്നായിരുന്നു. പള്ളിയോടൊപ്പം ഒരു വിദ്യാഭ്യാസം നൽകിയിരുന്നു, പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയിരുന്നു. അതുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥലം പള്ളിക്കൂടം അഥവാ എഴുത്ത് പള്ളിക്കൂടം എന്നാണ് അറിയപ്പെടുക. PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. എങ്കിലും ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം ആദ്യമേ ആരംഭിച്ചത് ആരായിരുന്നു? ബുദ്ധമത വിശ്വാസികളായിരുന്നു. ആ ബുദ്ധമത വിശ്വാസികൾ തുടക്കം കുറിച്ച പ്രാഥമിക വിദ്യാലയങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? പള്ളിക്കൂടം അഥവാ എഴുത്ത് പള്ളിക്കൂടം എന്നാണ് അറിയപ്പെടുക. പള്ളിക്കൂടം അല്ലെങ്കിൽ എഴുത്ത് പള്ളിക്കൂടം എന്നാണ് അറിയപ്പെടുക. ഓർമ്മിച്ചേക്കാമോ? മറക്കില്ലാന്ന് കരുതിക്കോട്ടെ. യെസ്, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ഉറപ്പിക്കാം. യെസ്. അപ്പൊ ലോക സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 8. ഫലപ്രദമായ ആശയവിനിമയം നടത്തുവാനും ചുറ്റുപാടുകളെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുന്ന വിധത്തിൽ വായിക്കുവാനും എഴുതുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും നമ്മെ അനുവദിക്കുന്ന ശേഷി എന്താണോ അതാണ് സാക്ഷരത. കേരള സാക്ഷരതയുടെ പിതാവായി കണക്കാക്കുന്നത് സവറാ കുര്യാക്കോസ് ഇലിയാസിനെ. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാവറാച്ചൻ തന്നെ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. കോട്ടയം പട്ടണം രൂപം കൊണ്ടത് 1989 ജൂൺ മാസം 25-ാം തീയതി. 1989 ജൂൺ 25 ഡേറ്റ് മറക്കരുത്. ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നത് കോട്ടയമാണ്. പ്രഖ്യാപിച്ചത് 1989 ജൂൺ മാസം 25-ാം തീയതി. 1989 ജൂൺ മാസം 25. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയെ പ്രഖ്യാപിക്കുന്നത് 1990 ഫെബ്രുവരി മാസം 4-ാം തീയതി. 1990 ഫെബ്രുവരി മാസം 4-ാം തീയതി. ഇന്ത്യയില് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്നത് 1991 ഏപ്രിൽ മാസം 18-ാം തീയതി. 1991 ഏപ്രിൽ മാസം 18-ാം തീയതി. മാർക്കലല്ലോ എന്ന് നമുക്ക് ചെയ്യാം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നത് കോട്ടയമാണ്. പ്രഖ്യാപിച്ചത് 1989 ജൂൺ 25. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. 1990 ഫെബ്രുവരി 4-ാം തീയതിയാണ് പ്രഖ്യാപിക്കപ്പെടുക. 1990 ഫെബ്രുവരി 4-ാം തീയതി. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. 1991 ഏപ്രിൽ 18-നാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. തുടർന്ന് പറയുന്നു കേരളത്തിലെ സാക്ഷരതാ നിരക്ക്. കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത് 93.91%. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 93.91%. അതിൽ പുരുഷന്മാരുടെ സാക്ഷരത 96.02, സ്ത്രീകളുടെ സാക്ഷരത 91.98. നമ്മൾ പലപ്പോഴും ആവറേജ് എടുക്കുമ്പോ 94 റൗണ്ട് ചെയ്ത് പറയാറുണ്ട്. ഈ 96.02 91.98 കൂട്ടുമ്പോൾ റൗണ്ട് ചെയ്ത് എത്രയെന്ന് പറയാറുണ്ട്? 94 എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ ആണെങ്കിൽ നമുക്ക് പോരാ, എക്സാക്ട് നമ്പർ തന്നെ പഠിച്ചു കൊടുക്കുക. 93.91. അതെന്താ അങ്ങനെ വന്നേ? മറ്റൊന്നും കൊണ്ടല്ലടാ. ഇപ്പൊ സ്ത്രീകളുടെ പുരുഷന്മാരുടെ എണ്ണം തുല്യമായിരുന്നു. കേരളത്തിൽ 50% പുരുഷന്മാരും 50% സ്ത്രീകളുമായിരുന്നെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് പോയി തീർത്താൽ മതി. പക്ഷെ കേരളത്തിൽ തുല്യമാണോ? അല്ല. സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ആവറേജ് എടുത്താൽ പോരാ, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് കറക്റ്റ് 93.91 വരിക. കേട്ടോ, 96.02 91.98 കൂട്ടിക്കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 94 കിട്ടും. പക്ഷെ കേരളത്തിലെ സ്ത്രീകളുടെ എണ്ണം 52%, പുരുഷന്മാരുടെ എണ്ണം 48%. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ സാക്ഷരത കണക്കാക്കുമ്പോൾ എത്രയായിട്ട് മാറും? 93.91 മാറും. ക്ലിയർ? ഇനി സാക്ഷരത കൂടിയ കേരളത്തിലെ ജില്ല പത്തനംതിട്ടയും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടുമാണ്. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? പാലക്കാടുമാണ്.
സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഗ്രാമം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഗ്രാമം എന്ന് പറയുന്നത് ഏതാണടാ? സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. സാക്ഷരത കൂടിയ താലൂക്ക് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയും. സാക്ഷരത കൂടിയ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. സാക്ഷരത കൂടിയ താലൂക്ക് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത്, 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ പഞ്ചായത്ത്. കരിവള്ളൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കയ്യൂർ സമരം 1941 കാസർഗോഡ് ജില്ലയിലും കരിവള്ളൂർ സമരം 1946 കണ്ണൂർ ജില്ലയിലുമാണ്. പലപ്പോഴും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുമ്പോഴും പൊതുവായിട്ടാണ് വിളിക്കുക കയ്യൂരിൽ കരിവള്ളൂരിൽ അല്ലെ? അപ്പൊ കയ്യൂർ സമരം നടന്നത് 1941 കാസർഗോഡ് ജില്ലയിലും കരിവള്ളൂർ സമരം നടന്നത് 1946 കണ്ണൂർ ജില്ലയിലുമാണ്. ഈ രണ്ട് സമരത്തിന്റെ പൊതുവായ പ്രത്യേകത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ സമരങ്ങളാണ് കയ്യൂർ സമരവും കരിവള്ളൂർ സമരവും. അപ്പൊ കേരളത്തിൽ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരാണ്. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ്. ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലം കോട്ടയത്താണെങ്കിലും ചെങ്ങന്നൂർ എന്ന് പറയുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കാര്യം മറക്കാതിരിക്കുക. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഏതാണ്? ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയും. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരം, നിയമങ്ങളെ കുറിച്ച് അവബോധമുള്ള ആദ്യത്തെ നഗരസഭ അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത്. നിയമസാക്ഷരത പഞ്ചായത്താണ്, കൂടാതെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളൊന്നുമില്ല, പോലീസ് FIR രേഖപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. അപ്പൊ നിയമസാക്ഷരത കൂടാതെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്തും കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യവഹാര വിമുക്ത പഞ്ചായത്തും കുറ്റകൃത്യങ്ങളില്ലാത്തത് ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്. കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 1993 ജൂലൈ മാസം 4-ാം തീയതി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആദിവാസി സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1993 ജൂലൈ മാസം 4-ാം തീയതി. ഒന്ന് റിവിഷൻ ചെയ്താലോ ഈ സ്ലൈഡ്? കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 93.91%. പുരുഷ സാക്ഷരത 96.02%, സ്ത്രീ സാക്ഷരത 91.98%. സാക്ഷരത കൂടിയ ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്, കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് പാലക്കാട്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ആലപ്പുഴ ജില്ലയിൽ നെടുമുടിയും. സാക്ഷരത കൂടിയ താലൂക്ക് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയുമാണ്. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരാണ്. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ചെങ്ങന്നൂരും. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ വ്യവഹാര മുക്ത പഞ്ചായത്ത് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് മറക്കരുത്. കേരളത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് 1993 ജൂലൈ മാസം 4-ാം തീയതി. ക്ലിയർ ആണേ? അപ്പോ തൊട്ട് 2 സ്ലൈഡുകൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാം. ലോക സാക്ഷരതാ ദിനമായി കണക്കാക്കുന്ന സെപ്റ്റംബർ 8-ാം തീയതി ഫലപ്രദമായ ആശയവിനിമയം നടത്തുവാനും ചുറ്റുപാടുകളെ കുറിച്ച് അവബോധമുണ്ടാക്കുന്ന വിധത്തിൽ വായിക്കുവാനും എഴുതാനും സംസാരിക്കാനും കേൾക്കുവാനും നമ്മെ അനുവദിക്കുന്ന ശേഷിയാണ് സാക്ഷരത. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചവറ കുര്യാക്കോസ് ഇലിയാസ് ആണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ചവറാച്ചനാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യ നഗരം എന്ന് പറയുന്നത് കോട്ടയമാണ്. 1989 ജൂൺ 25 പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എറണാകുളമാണ്. 1990 ഫെബ്രുവരി 4-ാം തീയതി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. 91 ഏപ്രിൽ 18 പ്രഖ്യാപിച്ചു. കേരളത്തിലെ സാക്ഷരത നിരക്ക് 93.21%, പുരുഷ സാക്ഷരത 96.02%, സ്ത്രീ സാക്ഷരത 91.98%. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. സാക്ഷരത കൂടിയ താലൂക്ക് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂരും. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരം ചങ്ങനാശ്ശേരി.
നിയമസാക്ഷരതാ പഞ്ചായത്ത് ചെറിയനാട്. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യവഹാരമുക്ത പഞ്ചായത്തും ചെറിയനാട് തന്നെ. കേരളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 1993 ജൂലൈ മാസം 4-ാം തീയതിയുമാണ്. ഇനി സാക്ഷരതാ പദ്ധതികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അക്ഷര കേരളം. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേര് അക്ഷര കേരളം എന്നായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരെന്നായിരുന്നു അക്ഷര കേരളം എന്നായിരുന്നു. അക്ഷര കേരളം എന്ന പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. അക്ഷര കേരളം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത ആരാണ്? രാജീവ് ഗാന്ധിയാണ്. സാക്ഷരത നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കാർത്യായനി അമ്മയായിരുന്നു 96-ാമത്തെ വയസ്സിൽ. സാക്ഷരത നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത് കാർത്യായനി അമ്മ. എത്രാമത്തെ വയസ്സിലാണ് നേടുക? 96-ാമത്തെ വയസ്സിൽ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത് 1988-ലാണെങ്കിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ രൂപീകരിക്കുന്നത് 1998-ലാണ്. ദേശീയ സാക്ഷരതാ മിഷൻ 1988, 10 വർഷത്തിന് ശേഷം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ രൂപീകരിക്കുന്നു. വർഷം 2 മാറിപ്പോകും കേട്ടോ. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴില് 1990 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി. സമഗ്രമായ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതി, അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ പഠനങ്ങൾ നടത്തുക, അത് പ്രാവർത്തികമാക്കുക എന്നിവയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ലക്ഷ്യം. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതും മറ്റ് അടിസ്ഥാന വിദ്യാഭ്യാസം നേടുന്നതിനുമായിട്ട് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സാക്ഷരതാ മിഷന്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. നമുക്ക് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട്, പൊതുവിദ്യാഭ്യാസമുണ്ട്. 12ാം ക്ലാസ് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോ സാക്ഷരതാ മിഷന്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആരായിരിക്കും? പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി. അദ്ദേഹം IAS ഓഫീസറായിരിക്കും. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സാക്ഷരതാ സമിതി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സാക്ഷരതാ സമിതി. അതായത് ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ബോർഡ്. എക്സിക്യൂട്ടീവ് ബോഡി അറിയപ്പെടുന്നത് സാക്ഷരതാ സമിതി എന്നാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അക്ഷര കേരളം. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരായിരുന്നു അക്ഷര കേരളം. അക്ഷര കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. സാക്ഷരത നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കാർത്യായനി അമ്മയാണ് 96-ാമത്തെ വയസ്സിൽ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴില് 1990 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണത്. ലക്ഷ്യം സമഗ്രമായ തൊഴിൽ നൈപുണ്യ വികസനം, അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ലക്ഷ്യം. ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കും. ഓക്കെ. മെമ്പർ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കും. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സാക്ഷരതാ സമിതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട സാക്ഷരതാ പദ്ധതികളെ കുറിച്ച്. ഓക്കെ, സാക്ഷരതാ പദ്ധതികൾ നമ്മൾ അടുത്ത ഒരു 3 സ്ലൈഡിലൂടെ പഠിച്ചുറപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാന വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ 3 സ്ലൈഡിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സാക്ഷരതാ പദ്ധതികളാണ്. ആ പദ്ധതിയിലൂടെ നടപ്പിലാക്കപ്പെട്ട പ്രധാന സ്ഥലങ്ങളും നമ്മൾ ഇതോടൊപ്പം പഠിച്ചുറപ്പിക്കും. ഓക്കെ. തീരദേശ മേഖലയില് നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരസാഗരം. ഈ അക്ഷരസാഗരം ആരംഭിച്ചത് 2017. പരിപൂർണ സാക്ഷരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 100 മണിക്കൂർ പഠന സമയത്തോടെ സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷ്യം. പരിപൂർണ സാക്ഷരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 100 മണിക്കൂർ പഠന സമയത്തോടെ സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷ്യം എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ എന്ന പേരിൽ അറിയപ്പെടുക. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാലോ? തീരദേശ മേഖലയിലെ സാക്ഷരതാ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരസാഗരം. അക്ഷരസാഗരം എന്ന പദ്ധതി ആരംഭിച്ചത് 2017.
പരിപൂർണ സാക്ഷരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 100 മണിക്കൂർ പഠന സമയത്തോടെ സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷ്യം. 100 മണിക്കൂർ പഠന സമയം അക്ഷരലക്ഷ്യം. കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ എന്ന പേരിൽ കമ്പ്യൂട്ടർ സാക്ഷരതാ പരിപാടിയാണ് അക്ഷയ. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി എന്നറിയപ്പെടുക. ജയിലിലെ എല്ലാ അന്തേവാസികളെയും എഴുതുവാനും വായിക്കാനും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷരതാ മിഷനും ജയിൽ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജയിൽ ജ്യോതി. ജയിലിലെ എല്ലാ അന്തേവാസികളെയും എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാക്ഷരതാ മിഷനും ജയിൽ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജയിൽ ജ്യോതി എന്ന പേരിൽ അറിയപ്പെടുക. ആദിവാസി മേഖലയിലെ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും തുല്യതാ വിദ്യാഭ്യാസം നൽകുന്നതിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നവജ്യോതി എന്ന പേരിൽ അറിയപ്പെടുക. ആദിവാസി മേഖലയിൽ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും തുല്യതാ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നവജ്യോതി എന്ന പേരിൽ അറിയപ്പെടുക. ക്ലിയർ ആണ്? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? സാക്ഷരതാ പദ്ധതികൾ തീരദേശ മേഖലയിലെ നിരക്ഷരത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഫിഷറീസ് വകുപ്പിന്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്നത് അക്ഷരസാഗരം എന്ന പദ്ധതി. അക്ഷരസാഗരം ആരംഭിച്ചത് 2017 പരിപൂർണ സാക്ഷരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 100 മണിക്കൂർ പഠന സമയത്തോടെ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് അക്ഷരലക്ഷ്യം എന്ന പദ്ധതിയാണ്. കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ എന്ന പേരിൽ അറിയപ്പെടുക. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ജയിലിലെ എല്ലാ അന്തേവാസികളെയും എഴുതുവാനും വായിക്കാനും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷരതാ മിഷനും ജയിൽ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജയിൽ ജ്യോതി എന്ന പേരിൽ അറിയപ്പെടുക. ആദിവാസി മേഖലയിൽ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും തുല്യതാ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നവജ്യോതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേശീയ സാക്ഷരതാ മിഷൻ സ്ഥാപിതമായത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു എന്നാണ് 1988 അല്ലെ? കൃത്യമായി നമുക്ക് പഠിക്കാം. 1988 മെയ് മാസം 5-ാം തീയതി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് മലപ്പുറവും ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ചമ്രവട്ടവുമാണ്. ഓക്കെ. കേരളത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം അഥവാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണ്. കേരളത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട. ഓക്കെ. ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരൂരാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ മുനിസിപ്പാലിറ്റി അഥവാ നഗരസഭ മലപ്പുറം ജില്ലയിലെ തിരൂർ മുനിസിപ്പാലിറ്റിയാണ്. സാക്ഷരതാ പരിപാടികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലധിഷ്ഠിത പരിശീലനം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ലീപ് കേരള മിഷൻ. സാക്ഷരതാ പരിപാടികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലധിഷ്ഠിത പരിശീലനം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ലീപ് കേരള മിഷൻ. ലീപ് കേരള മിഷൻ പൂർണ്ണരൂപം പഠിക്കണം. ദ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം ലീപ്. LEAP ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം. ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം ലീപ്. ലീപ് കേരള മിഷന്റെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ അതുല്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ലീപ് കേരള മിഷന്റെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ അറിയപ്പെടുന്നു അതുല്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെയ്താലോ? ദേശീയ സാക്ഷരതാ മിഷൻ സ്ഥാപിതമായത് 1988 മെയ് മാസം 5-ാം തീയതി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ചമ്രവട്ടമാണ്. കേരളത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട. ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. സാക്ഷരതാ പരിപാടികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലധിഷ്ഠിത പരിശീലനം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്ന ലക്ഷ്യമിട്ട പദ്ധതിയാണ് ലീപ് കേരള മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ലീപ് എന്നതിന്റെ പൂർണ്ണരൂപം പഠിക്കണം. ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം. ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം ലീപ് കേരള മിഷൻ. ലീപ് കേരള മിഷന്റെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ അതുല്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് ഒറ്റപ്പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട്. കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് പാലക്കാട്. കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാടും കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് പാലക്കാടും.
രാജ്യത്തെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് 2011 സെൻസസ് പ്രകാരം. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം. ഇലക്ട്രോണിക് സാക്ഷരതാ പഞ്ചായത്ത് ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പഞ്ചായത്ത് വെള്ളനാട്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ കളക്ടറേറ്റ് പാലക്കാട്. രാജ്യത്തെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം. 2011 സെൻസസ് പ്രകാരം ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ദേശീയ സാക്ഷരതാ മിഷൻ സ്ഥാപിതമായത് എന്നാണ് 1988 മെയ് മാസം 6 തീയതി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ചമ്രവട്ടം. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട. ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂരാണ്. സാക്ഷരതാ പരിപാടികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലധിഷ്ഠിത പരിശീലനം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യപ്പെട്ട പദ്ധതിയാണ് ലീപ് കേരള മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ലീപിന്റെ പൂർണ്ണരൂപം എന്താണ്? ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം. ലീപ് കേരള മിഷന്റെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ അറിയപ്പെടുന്നത് അതുല്യം എന്ന പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് എന്ന് പറയുന്നത് വെള്ളനാടാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ് എന്ന് പറയുന്നത് പാലക്കാട്. രാജ്യത്തെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് 2011 സെൻസസ് പ്രകാരം. ഓക്കെ അല്ലേ? നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? നമ്മളിന്ന് ധാതു വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു തുടങ്ങിയത്. കേരളത്തിൽ ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത്. അതോട് പൂർണ്ണമായിട്ടും നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ കേരളത്തിലെ ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾ 2 ഉണ്ട്. ഒന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും, 2 കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. മൈനിങ് മേഖലയിൽ കാര്യക്ഷമതയും സുതാര്യതയും കൊണ്ടുവരുന്നതിനുള്ള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഇ ഗവേണൻസ് സംരംഭമാണ് കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുക. സംസ്ഥാനത്തെ ഖനികളും ധാതുക്കളും സംബന്ധിച്ച് ചെലവ് കുറഞ്ഞതും നിലവാരമുള്ളതുമായ ഇലക്ട്രോണിക് സേവന വിതരണം, അതായത് ഗൂഗിൾ മാപ്പ് അധിഷ്ഠിതമായ സേവനം പൊതുജനങ്ങൾക്ക് മറ്റ് പങ്കാളികൾക്ക് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കോമ്പസ് എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു 1986. വിനോദസഞ്ചാര വ്യവസായ കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KTDC. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KTDC സ്ഥാപിതമായത് 1966 നവംബർ മാസം 1 തീയതി. ആസ്ഥാനം തിരുവനന്തപുരം. ടൂറിസം മേഖലയിലെ വിവിധ കോഴ്സുകൾ പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട്. ടൂറിസവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ മേള എന്ന് പറയുന്നത് കേരള ട്രാവൽ മാർട്ടാണ്. ആരംഭിച്ചത് 2002 വർഷത്തിൽ ഒരിക്കലാണ് നടത്തപ്പെടുന്നത്. വിവര സാങ്കേതിക മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്ക് നിലവിൽ വന്നത് 1990. ഏത് നിയമം അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? 1955 ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ടെക്നോ പാർക്ക്. ടെക്നോ പാർക്കിന്റെ ആദ്യഘട്ട വികസനം ടെക്നോ പാർക്ക് ഫേസ് 1 എന്ന പേരിൽ അറിയപ്പെടുന്നു. 2ാം ഘട്ടം ഫേസ് 2, 3-ാം ഘട്ടം ഫേസ് 3. ഇത് 3ഉം സ്ഥിതി ചെയ്യുന്നവിടെ തന്നെ കഴക്കൂട്ടത്ത്, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് തന്നെ. 4ാം ഘട്ട വികസന പദ്ധതി അറിയപ്പെടുന്നത് പ്രത്യേകമായി ടെക്നോ സിറ്റി എന്നാണ്. ടെക്നോ സിറ്റിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ എന്നിവയ്ക്കായി നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് ടെക്നോ സിറ്റി സ്ഥിതി ചെയ്യുക. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനവും ഇവിടെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം തന്നെ. കേരളത്തിലെ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ KFON. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ KFON. ഇന്റർനെറ്റ് ആക്സസ് മൗലിക അവകാശമാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളവും. ശാസ്ത്ര മേഖലയിലേക്ക് പോകാം. യുവശാസ്ത്ര പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടിയാണ് സ്പൈറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുക. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് പുരസ്കാരം നൽകുന്ന പദ്ധതിയാണ് സ്പൈറ്റീസ് 1 എന്ന പേരിൽ അറിയപ്പെടുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നൂതന ആശയങ്ങളുള്ള പോളിടെക്നിക് കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്പൈറ്റീസ് 2 എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും കുട്ടികൾക്കായി സയൻസ് ഓറിയന്റേഷൻ ക്ലാസുകൾ നൽകുന്ന പദ്ധതിയാണ് ശാസ്ത്ര സമീക്ഷ എന്ന പേരിൽ അറിയപ്പെടുക. സാക്ഷരത.
ലോക സാക്ഷരതാ ദിനമെന്ന് കണക്കാക്കുന്നത് സെപ്റ്റംബർ 8 ദേശീയ വിദ്യാഭ്യാസ ദിനമെന്ന് കണക്കാക്കുന്നത് നവംബർ 11 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം. ഫലപ്രദമായ ആശയവിനിമയം നടത്തുവാനും ചുറ്റുപാടുകളെ കുറിച്ച് ഒരു അവബോധമുണ്ടാക്കുവാനും വായിക്കുവാനും എഴുതുവാനും സംസാരിക്കാനും കേൾക്കുവാനും നമ്മെ അനുഭവിക്കുന്ന ശേഷിയാണ് സാക്ഷരത എന്നാണ് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരള സാക്ഷരതയുടെ പിതാവായി കണക്കാക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചവറ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചവറാച്ചനായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം എന്ന് പറയുന്നത് കോട്ടയമായിരുന്നു. 1989 ജൂൺ 25 പ്രഖ്യാപിക്കപ്പെട്ടത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. 1990 ഫെബ്രുവരി 4 പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. 1991 ഏപ്രിൽ 18 പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 93.91%. അതിൽ പുരുഷ സാക്ഷരത 96.02, സ്ത്രീ സാക്ഷരത 91.98. ഇത് 2013 സെൻസസ് പ്രകാരമുള്ള ഡേറ്റയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയും കുറഞ്ഞ ജില്ല പാലക്കാട്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. സാക്ഷരതയുടെ താലൂക്ക് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയും. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂരാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ചെങ്ങന്നൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരത നഗരം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്തും വ്യവഹാര വിമുക്ത പഞ്ചായത്തും ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്. കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരത സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 1993 ജൂലൈ മാസം 4 അക്ഷര കേരളം. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം. അക്ഷര കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. സാക്ഷരത നേടിയ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന് പറയുന്ന കാർത്യായനി അമ്മയായിരുന്നു. 96 വയസ്സ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴില് ഒരു സ്വതന്ത്ര സ്ഥാപനമായിട്ട്, ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് 1998 രൂപീകരിച്ചു. സമഗ്രമായ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതി, അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ പഠനങ്ങൾ നടത്തുക എന്നതാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പ്രധാന ലക്ഷ്യം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സെക്രട്ടറി മെമ്പർ എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എക്സിക്യൂട്ടീവ് സമിതി എന്റെ പേരിൽ അറിയപ്പെടുന്നു സാക്ഷരതാ സമിതിയാണ്. കേരളത്തിലെ വിവിധ സാക്ഷരതാ പദ്ധതികൾ നമുക്ക് പരിചയപ്പെടാം. തീരദേശ മേഖലയിൽ നിരക്ഷരത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഫിഷറീസ് വകുപ്പിന്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരസാഗരം എന്ന പേരിൽ അറിയപ്പെടുക. അക്ഷരസാഗരം ആരംഭിച്ചത് 2017. പരിപൂർണ സാക്ഷരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 100 മണിക്കൂർ പഠന സമയത്തോടെ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് പദ്ധതി അക്ഷര ലക്ഷ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ എന്ന പേരിൽ അറിയപ്പെടുക. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ജയിലിലെ എല്ലാ അന്തേവാസികളെയും എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാക്ഷരതാ മിഷനും ജയിൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജയിൽ ജോലി. ആദിവാസി മേഖലയിൽ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും തുല്യതാ വിദ്യാഭ്യാസം നൽകുന്നതിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നവജ്യോതി എന്ന പേരിൽ അറിയപ്പെടുക. ദേശീയ സാക്ഷരതാ മിഷൻ സ്ഥാപിതമായത് 1998 മെയ് 5 ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ചമ്രവട്ടം. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിങ്ങാലക്കുട. ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരൂരാണ്. സാക്ഷരതാ പരിപാടികളിൽ മാറ്റം വരുത്തി തൊഴിലധിഷ്ഠിത പരിശീലനം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്ന ലക്ഷ്യമിട്ട പദ്ധതിയാണ് ലീപ് കേരള മിഷൻ. ദ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം എന്നതാണ് ലീപിന്റെ പൂർണ്ണമായ പേര്. ദ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം. ലീപ് കേരള മിഷന്റെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ അതുല്യം എന്ന പേര് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാടും. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ് പാലക്കാട്. രാജ്യത്തെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് 2011 സെൻസസ് പ്രകാരം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നമുക്ക് പഠിച്ചുറപ്പിക്കാം. ഇനി നമുക്ക് കേരള ചരിത്രത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ പഠിച്ചുറപ്പിക്കേണ്ടത്. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.